ഇല്ലിനോയിലെ വില്യംസൺ കൗണ്ടിയിലുള്ള ഹെറിൻ എന്ന സിറ്റിയിൽ നിന്നും 1992 ജനുവരി 18 അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഹെറിൻ സിറ്റിയിലെ ഒരു ഡ്രൈ ക്ലീനിംഗ് സെന്ററിനകത്ത് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു എന്നും അവരെ ആരോ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ് എന്നുമാണ് വിളിച്ച വ്യക്തി പറഞ്ഞത്. 911 ഡിസ്പാച്ചർ വിളിച്ച വ്യക്തിയുടെ പേരും അഡ്രസ്സുമെല്ലാം ചോദിച്ചെങ്കിലും ഡ്രൈ ക്ലീനിംഗ് സെന്ററിന്റെ പേര് മാത്രം പറഞ്ഞുകൊടുത്ത് അജ്ഞാതനായ ആ വ്യക്തി കോൾ ഡിസ്കണക്ട് ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് ആ ഡ്രൈ ക്ലീനിംഗ് സെന്ററിന് മുന്നിലെത്തി. ആ സ്ഥാപനത്തിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയാണ്. അകത്ത് ആരെയും കാണുന്നില്ല. ക്യാഷ് കൗണ്ടറിന് മുകളിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്തെ സാധനങ്ങൾ മുഴുവൻ തറയിൽ ചിതറിക്കിടക്കുകയാണ്. ഒരു ബലപ്രയോഗം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണാമായിരുന്നു. ആ സ്ഥാപനത്തിന്റെ പുറകുവശത്തുള്ള റൂമിൽ പരിശോധന നടത്തിയപ്പോഴാണ് പോലീസുകാർ ആ നടുക്കുന്ന കാഴ്ച കണ്ടത്. ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറിയ നിലയിൽ ഒരു സ്ത്രീ അനക്കമില്ലാതെ കിടക്കുന്നു. അവരുടെ മുഖം മുഴുവൻ മുറിവുകളായിട്ടുണ്ട്. ആ മുറിവുകളിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നു. പോലീസുകാർ ഉടനെ തന്നെ ആ സ്ത്രീയുടെ പൾസ് പരിശോധിച്ചു. പൾസ് ഇല്ല. അവർ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ആ ഡ്രൈ ക്ലീനിംഗ് സെന്ററിലെ ജീവനക്കാരിയായ കാത്തി വുഡ് ഹൗസാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ആരാണ് കാത്തി വുഡ് ഹൗസിനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? പോലീസ് എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. വയസ്സുള്ള കാത്തി വിവാഹിതയും 3 കുട്ടികളുടെ അമ്മയുമാണ്. ഉടനെ തന്നെ പോലീസ് കാത്തിയുടെ മരണവിവരം അവരുടെ ഫാമിലിയെ അറിയിച്ചു. നടക്കുന്ന ആ വാർത്ത കേട്ട് കാത്തിയുടെ ഹസ്ബൻഡും കുട്ടികളും തളർന്നുപോയി. ഇതേ സമയം കില്ലറിനെതിരായുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിനായി പോലീസ് ക്രൈം സീൻ മുഴുവൻ അരിച്ചുപെറുക്കി പരിശോധിച്ചു. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ആ ഡ്രൈ ക്ലീനിംഗ് സെന്ററിന് പുറത്തുനിന്നും ഒരു പാന്റിഹോസ് കണ്ടെത്തി. സ്ട്രെച്ചബിളായ ഒരുതരം തുണിയാണ് പാന്റിഹോസ്. സ്ത്രീകൾ അവരുടെ കാലുകളിൽ ധരിക്കാനാണ് പാന്റിഹോസ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ബാങ്കുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം അതിക്രമിച്ചു കയറി മോഷണം നടത്തുന്ന കള്ളന്മാർ അവരുടെ മുഖം ആരും കാണാതിരിക്കാനായി ഒരു മാസ്ക് പോലെ പാന്റിഹോസുകൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമായിരിക്കുമെന്നും ആ പാന്റിഹോസ് കില്ലർ മുഖം മറയ്ക്കാനായി ഉപയോഗിച്ചതായിരിക്കുമെന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു. ആ ഡ്രൈ ക്ലീനിംഗ് സെന്ററിന്റെ തൊട്ടടുത്തുള്ള പേ ഫോണിൽ നിന്നുമാണ് എമർജൻസി നമ്പറിലേക്ക് അജ്ഞാതനായ ഒരു വ്യക്തി വിളിച്ചതും ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞതും. 911 ഡിസ്പാച്ചർ പേര് ചോദിച്ചപ്പോൾ അത് പറയാതെ പെട്ടെന്ന് കോൾ ഡിസ്കണക്ട് ചെയ്തപ്പോൾ തന്നെ കില്ലറായിരിക്കുമോ വിളിച്ചത് എന്ന് പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ നേരിട്ട് കണ്ടവരാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നതിനായി പോലീസ് അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ തിരക്കി. ആ ഗ്യാസ് സ്റ്റേഷനിലെ ജീവനക്കാരിലൊരാൾ അയാളെ കണ്ടിട്ടുണ്ട്. 6 അടിയോളം ഉയരമുള്ള അയാൾ ഒരു കൊക്കേഷ്യനാണെന്നും ദൂരെ നിന്നുമാണ് കണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ മുഖം വ്യക്തമായില്ല എന്നും അയാൾ ഫോൺ വിളിച്ചതിന് ശേഷം പോലീസ് എത്തുന്നതുവരെ വേറെ ആരും ആ പേ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നും ആ ജീവനക്കാരൻ മൊഴി നൽകി. ഇതോടെ പോലീസ് ആ പേ ഫോൺ റിസീവർ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. അതുപോലെ ആ ഡ്രൈ ക്ലീനിംഗ് സെന്ററിനകത്തുള്ള രേഖകളും പോലീസ് പരിശോധിച്ചു. ഏറ്റവും അവസാനത്തെ പേയ്മെന്റ് നടന്നിരിക്കുന്നത് ഒരു ചെക്ക് മുഖേനയാണ്. $14 ചെക്ക് നൽകിയ ആ സ്ത്രീയെ പോലീസ് കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ നിർണായകമായൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ സ്ത്രീ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത വസ്ത്രങ്ങൾ വാങ്ങിക്കാനായി അന്ന് ആ സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഇതോടെ അവർ തന്നെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും ബിൽ എമൗണ്ടായ $14 ഒരു ചെക്ക് എഴുതി ക്യാഷ് കൗണ്ടറിന് മുകളിൽ വയ്ക്കുകയും ചെയ്തു. ശേഷം അവർ ആ സ്ഥാപനത്തിൽ നിന്നും പോവാൻ തയ്യാറെടുത്തപ്പോഴേക്കും പുറകുവശത്തുള്ള റൂമിനകത്ത് നിന്നും ഒരാൾ പുറത്തു വന്ന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു. അയാൾ ആ ഡ്രൈ ക്ലീനിംഗ് സെന്ററിലെ ജീവനക്കാരനാണെന്നാണ് താൻ കരുതിയത് എന്നും അതിനാൽ ചെക്ക് ക്യാഷ് കൗണ്ടറിന് മുകളിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വസ്ത്രങ്ങളുമായി താൻ അവിടെ നിന്നും ഇറങ്ങിയെന്നുമാണ് ആ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത്. 6 അടിയോളം ഉയരമുള്ള അയാൾക്ക് 30 വയസ്സിന് മുകളിൽ പ്രായം തോന്നുമെന്നും ആ സ്ത്രീ വെളിപ്പെടുത്തി. ആ സ്ഥാപനത്തിലെ ഒരേയൊരു ജീവനക്കാരി കാത്തി വുഡ് ഹൗസ് മാത്രമാണ്. അതിനാൽ ആ സ്ത്രീ കണ്ടത് കില്ലറിനെയാവാനാണ് സാധ്യത. ഇതോടെ അവർ പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് പോലീസ് കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ഒരു രേഖാചിത്രം വരയ്ക്കുകയും അത് പ്രാദേശിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെയാണ് കാത്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നത്.
തലയ്ക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണമായിരിക്കുന്നത്. തലയുടെ ഇടതുഭാഗത്ത് 3 സ്ഥലത്തായി വലിയ പരുക്കുകളുണ്ട്. ഇരുമ്പ് വടി പോലുള്ള ഒരായുധം കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ ഖ്യാതി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഖ്യാതിയുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്തിയതോടെ അത് DNA ടെസ്റ്റിനായി ലാബിലേക്ക് അയച്ചു. DNA ടെസ്റ്റ് റിസൾട്ട് വരാൻ കാലതാമസം എടുക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം പേ ഫോൺ റിസീവറിൽ നിന്നും ഫിംഗർ പ്രിന്റ്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. വളരെ വ്യക്തമായ പ്രിന്റാണ് ലഭിച്ചത്. എന്നാൽ കില്ലറാണോ ആ ഫോണിൽ നിന്നും വിളിച്ചത് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ 100 കണക്കിന് ആളുകൾ പബ്ലിക് പേ ഫോൺ ഉപയോഗിക്കുമെന്നതിനാൽ അവസാനം ഫോൺ വിളിച്ച വ്യക്തിയുടെ പ്രിന്റ് തന്നെയാണോ ലഭിച്ചത് എന്നും ഉറപ്പിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ക്രൈം സീനിൽ നിന്നും കില്ലറിന്റെ ഫിംഗർ പ്രിന്റ്സ് ലഭിച്ചിരുന്നുവെങ്കിൽ റിസീവറിൽ നിന്നും ലഭിച്ച പ്രിന്റ് കില്ലറിന്റെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ ക്രൈം സീനിൽ നിന്നും ഫിംഗർ പ്രിന്റ്സ് ലഭിക്കാതിരുന്നതാണ് കേസിൽ തിരിച്ചടിയായത്. അധികം വൈകാതെ തന്നെ അന്വേഷണ സംഘത്തിന് മറ്റൊരു ലീഡ് ലഭിച്ചു. ഖ്യാതിയുടെ സുഹൃത്താണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ കൊലപാതകം നടന്നതിന്റെ തലേ ദിവസം ഡ്രൈ ക്ലീനിംഗ് സെന്ററിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ഖ്യാതി വുഡ് ഹൗസിന്റെ കാൽവിരലിലുള്ള നെയിൽ പോളിഷിന്റെ നിറം എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ഒരു പുരുഷനാണ് വിളിച്ചത്. ശല്യക്കാരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ഖ്യാതി കോൾ ഡിസ്കണക്ട് ചെയ്തെങ്കിലും അവൾ ഈ കാര്യം സുഹൃത്തുമായി ഷെയർ ചെയ്തിരുന്നു. അതിനടുത്ത ദിവസമാണ് ഖ്യാതി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇതോടെ ആ ഫോൺ വിളിച്ച വ്യക്തിക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടാവുമെന്ന് ഖ്യാതിയുടെ സുഹൃത്തിന് തോന്നി. അതുകൊണ്ടാണ് അവർ ഈ കാര്യം പോലീസുകാരുമായി ഷെയർ ചെയ്തത്. ഇതോടെ ജനുവരി 17 ആ ഡ്രൈ ക്ലീനിംഗ് സെന്ററിലേക്ക് വന്ന കോളുകൾ മുഴുവൻ പോലീസ് പരിശോധിച്ചു. വളരെ കുറച്ച് കോളുകൾ മാത്രമേ അന്ന് വന്നിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ആളെ തിരിച്ചറിയാൻ പോലീസുകാർക്ക് കഴിഞ്ഞു. ഹെറിൻ സിറ്റിയിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സീഗ്ലർ എന്ന സിറ്റിയിൽ നിന്നുമാണ് ആ കോൾ വന്നത്. 25 വയസ്സുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കറാണ് ആ കോൾ ചെയ്തത്. ആദ്യമെല്ലാം താൻ ആ രീതിയിൽ പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ അയാൾ ശ്രമിച്ചുവെങ്കിലും പിന്നീട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നിരവധി തവണ ഡ്രൈ ക്ലീനിങ്ങിനായി ഞാൻ ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്. ഖ്യാതിയെ വ്യക്തിപരമായി അറിയാമെന്നും അതിനാൽ തന്നെ അവളെയൊന്ന് കളിപ്പിക്കാനാണ് ഞാൻ ആ കോൾ ചെയ്തത് എന്നും മാസത്തിൽ 1-2 തവണ ഞാൻ ഇത്തരത്തിൽ കോളുകൾ ചെയ്യാറുണ്ട് എന്നും അയാൾ വെളിപ്പെടുത്തി. അതല്ലാതെ ഖ്യാതിയുടെ കൊലപാതകവുമായി തനിക്ക് ബന്ധമില്ല എന്നും അയാൾ പറഞ്ഞു. എന്നാൽ പോലീസ് അയാളുടെ മൊഴി വിശ്വാസത്തിലെടുത്തില്ല. അധ്യാപകൻ കൂടിയായ താൻ കൊലപാതകം നടന്ന ദിവസം സീഗ്ലർ സിറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അതിനാൽ തന്നെ ഒരിക്കലും ഈ കൊലപാതകവുമായി ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ പോലീസ് ആ കമ്മ്യൂണിറ്റി കോളേജിലെത്തി അന്വേഷണം നടത്തുകയും അയാൾ പറഞ്ഞത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ അയാളെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. അധികം താമസിയാതെ തന്നെ പോലീസുകാർക്ക് മറ്റൊരു ഇൻഫർമേഷൻ ലഭിച്ചു. ഹെറിൻ സിറ്റിയിലെ 16th സ്ട്രീറ്റിൽ താമസിക്കുന്ന പോൾ ടൈലറിന് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കൊരു അനോണിമസ് കോൾ വന്നു. ഇതോടെ പോൾ ടൈലറിനെ കുറിച്ച് പോലീസ് ഒരന്വേഷണം നടത്തി. ഒരു ലൈംഗികാതിക്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ലൂയിസിയാന ജയിലിലായിരുന്ന പോൾ ടൈലർ ഡിസംബർ 1st വീക്കിലാണ് ജയിൽ മോചിതനായതും ഇലിനോയിലേക്ക് തിരിച്ചു വന്നതും. 20 വയസ്സ് മാത്രം പ്രായമുള്ള പോൾ ടൈലർ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും വെറും 2 ബ്ലോക്കുകൾ മാത്രം അകലെയുള്ള വീട്ടിൽ അമ്മയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അതുമാത്രമല്ല, ജയിൽ മോചിതനായി വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം പോൾ അടുത്തുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ ജോലിക്ക് കയറിയിരുന്നു. ആ റെസ്റ്റോറന്റിലെ ജീവനക്കാരുടെ യൂണിഫോം മുഴുവൻ ഡ്രൈ ക്ലീനിങ്ങിനായി ഖ്യാതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് കൊടുക്കാറുള്ളത്. ഇതോടെ ആ റെസ്റ്റോറന്റ് മാനേജറിനെ പോലീസ് കോണ്ടാക്ട് ചെയ്തു. ജീവനക്കാരുടെ യൂണിഫോം ഡ്രൈ ക്ലീനിങ്ങിനായി കൊണ്ടുപോകാറുള്ളത് പോൾ ടൈലറാണോ എന്നതായിരുന്നു പോലീസ് ചോദിച്ചത്. അല്ല എന്നായിരുന്നു മാനേജറിന്റെ മറുപടി. എന്നാൽ ഇന്നു മുതൽ താൻ ജോലിക്ക് വരുന്നില്ല എന്നും ലൂയിസിയാനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്നും പോൾ ടൈലർ ആ മാനേജറിനോട് പറഞ്ഞിരുന്നു. ഇത് കേട്ടതോടെ അന്വേഷണ സംഘം പോൾ ടൈലറിന്റെ വീട്ടിലേക്ക് കുതിച്ചു. പോലീസ് ആ വീട്ടിലെത്തുമ്പോൾ പോൾ ടൈലർ ലൂയിസിയാനയിലേക്ക് പോവാനായി തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ താൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതേയുള്ളൂ എന്നാണ് അവൻ പോലീസുകാരോട് പറഞ്ഞത്. ഇതോടെ പോൾ ടൈലർ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അവൻ രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. അവരുടനെ ഖ്യാതിയുടെ കൊലപാതകത്തെക്കുറിച്ച് ചോദിച്ചു. പോലീസുകാരുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അവനൊരു നിമിഷം അമ്പരന്നു നിന്നുവെങ്കിലും പിന്നീട് കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നും കൊലപാതകം നടന്ന ദിവസം താൻ ഗ്രാൻഡ് മദറിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു എന്നുമാണ് പോൾ പറഞ്ഞത്. പോളിന്റെ ഗ്രാൻഡ് മദറും അവന്റെ മൊഴി ശരിവെച്ചു. എന്നാൽ അന്വേഷണ സംഘത്തിന് പോൾ ടൈലറിന്റെ പെരുമാറ്റത്തിൽ ചില പന്തികേടുകൾ തോന്നിയതോടെ അവർ ആ വീട് പരിശോധിക്കുന്നതിനായി പോളിനോട് അനുമതി ചോദിച്ചു.
പോൾ സമ്മതമറിയിച്ചതോടെ പോലീസുകാർ ആ വീട് മുഴുവൻ തിരച്ചിൽ നടത്തി. പ്രധാനമായും പോളിന്റെ റൂമിലാണ് പരിശോധന നടന്നത്. ഇങ്ങനെ നടത്തിയ പരിശോധനയിലാണ് പോലീസുകാർക്ക് നിർണായകമായൊരു തെളിവ് ലഭിച്ചത്. പോൾ ടൈലറിന്റെ ബെഡിനടിയിൽ നിന്നും കുറച്ച് അശ്ലീല മാസികകൾ കണ്ടെത്തി. കൂടാതെ ഒരു പാൻറ്റി ഹോസും. അതായത് ക്രൈം സീനിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചത് പകുതി മുറിച്ച നിലയിലുള്ള പാൻറ്റി ഹോസാണ്. അതിന്റെ ബാക്കി ഭാഗമാണ് പോൾ ടൈലറിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചത്. ഇനി അത് ശാസ്ത്രീയമായി തെളിയിക്കുക കൂടി ചെയ്താൽ കില്ലർ പോൾ ടൈലർ തന്നെയാണെന്ന് ഉറപ്പിക്കാം. ഇതോടെ പോലീസ് ആ പാൻറ്റി ഹോസ് ഫോറൻസിക് മൈക്രോസ്കോപ്പിസ്റ്റായ ഗ്ലെൻ ഷുബർട്ടിന് കൈമാറി. ഷുബർട്ട് നടത്തിയ പരിശോധനയിൽ സമാനതകൾ കണ്ടെത്തി. അതായത് ആ പാൻറ്റി ഹോസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, അതിന്റെ സ്റ്റിച്ചിങ് പാറ്റേൺ ഇവയെല്ലാമാണ് പരിശോധിച്ചത്. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ഒരു പാൻറ്റി ഹോസിനെ മുറിച്ച് 2 കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതുമാത്രമല്ല, പോൾ ടൈലറിന്റെ ഫിംഗർ പ്രിന്റും പബ്ലിക് പേഫോണിൽ നിന്നും കണ്ടെത്തിയ ഫിംഗർ പ്രിന്റും മാച്ചായി. ഇതോടെ കൊലപാതക വിവരം പോലീസിനെ വിളിച്ചറിയിച്ചത് പോൾ ആണെന്നുള്ള കാര്യവും സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ ഡ്രൈ ക്ലീനിംഗ് സെന്ററിനകത്ത് കില്ലറാണെന്ന് കരുതുന്ന ഒരാളെ കണ്ടു എന്ന് മൊഴി നൽകിയ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് ഒന്നും തന്നെ പോൾ ടൈലറിൻ്റെതുമായി മാച്ചായില്ല. അയാൾക്ക് 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ പോളിന് 20 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അത്യാവശ്യം ആരോഗ്യമുള്ള അയാൾക്ക് 220 പൗണ്ട് ഭാരമുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ പോളിന്റെ ഭാരം 170 പൗണ്ട് മാത്രമായിരുന്നു. ഇതൊന്നും കൂടാതെ പോൾ ടൈലറിനെ ആ സ്ത്രീ തിരിച്ചറിഞ്ഞതുമില്ല. ഒരുപക്ഷെ ഡ്രൈ ക്ലീനിംഗ് സെന്ററിനകത്ത് വെച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നും അവർ കണ്ടത് പോൾ ടൈലറിനെ തന്നെയാണെന്നും പോലീസ് ചിന്തിക്കുന്നു. ഓൾറെഡി പോളിനെതിരെ നിരവധി തെളിവുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ പോലീസ് അവനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ആദ്യഘട്ടത്തിൽ പോൾ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ മോട്ടീവ് വ്യക്തമായിരുന്നില്ല. ലൈംഗിക താൽപര്യത്തോടെ നടത്തിയ കൊലപാതകമാണ് എന്നായിരുന്നു പോലീസ് നിഗമനം. പോളിന്റെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയും പോലീസുകാരുടെ നിഗമനത്തെ സപ്പോർട്ട് ചെയ്തു. ഈ സമയത്താണ് കേസിനെ ബലപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫോറൻസിക് എവിഡൻസ് കൂടി ലഭിച്ചത്. അതായത് കാത്തിയുടെ ദേഹത്തു നിന്നും ലഭിച്ച കില്ലറിന്റെ സീമനിൽ നിന്നും കണ്ടെത്തിയ DNA പോളിന്റെ DNAയുമായി മാച്ചായി. DNA മാച്ചാവുക കൂടി ചെയ്തു എന്നറിഞ്ഞതോടെ പ്രതി കുറ്റസമ്മതം നടത്തി. മനസ്സിൽ ഒരു കുറ്റബോധവുമില്ലാതെയാണ് പോൾ ടൈലർ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചത്. ലൈംഗിക താൽപര്യത്തോടെ തന്നെയായിരുന്നു പ്രതി കാത്തിയുടെ സ്റ്റോറിനകത്തേക്ക് കയറി ചെന്നത്. അധികം കസ്റ്റമേഴ്സ് ഒന്നും വരാത്ത സമയമാണ് പ്രതി ഇതിനായി തിരഞ്ഞെടുത്തത്. തലയിലൂടെ പാൻറ്റി ഹോസിട്ട് കവർ ചെയ്ത് സ്റ്റോറിനകത്തേക്ക് കയറി ചെന്ന പോൾ ടൈലർ കാത്തിയെ ആക്രമിക്കുകയും പുറകിലെ റൂമിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ സമയത്താണ് ആ സ്റ്റോറിലേക്ക് ഒരു സ്ത്രീ വന്നതും അവർ പോളിനെ കണ്ടതും. എന്നാൽ അയാളൊരു സ്റ്റാഫാണെന്നാണ് ആ സ്ത്രീ ചിന്തിച്ചത്. പ്രതി കുറ്റസമ്മതം നടത്തിയതോടെ കേസിലെ വിചാരണ വളരെ വേഗം പൂർത്തിയായി. ഫസ്റ്റ് ഡിഗ്രി മർഡറിന് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പരോളില്ലാതെ ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. കേസ് തെളിയിക്കുന്നതിൽ ഫോറൻസിക് എവിഡൻസുകൾ നിർണായക പങ്കുവഹിച്ചെങ്കിലും പോലീസിന് വന്ന അനോണിമസ് കോളാണ് കില്ലറിനെ കണ്ടെത്തുന്നതിൽ പ്രധാനമായത്. ആ ഇൻഫോർമർ ആരാണെന്നുള്ളത് ഇന്നും അജ്ഞാതമായി തുടരുന്നു. ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികൾ പെട്ടെന്ന് ജയിൽ മോചിതരാവുന്നതും അവർ വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയതുമായ നിരവധി കേസുകൾ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. അതുപോലൊരു കേസ് തന്നെയാണ് ഇതും. ഇനിയെങ്കിലും പോൾ ടൈലർ വളരെ പെട്ടെന്ന് ജയിൽ മോചിതനാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.